കാര്യമെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ എമൗണ്ട് ഇല്ലാത്തതുകൊണ്ട് പണി ചെയ്യാതെ കിടക്കുകയാണ്. അപകടം തന്നെ, വലിയ അപകടമാണ്. ഈ അടുത്തൊരു ആട്ടോക്കാരെ ഈ കുളത്തിൽ വീണു. പഞ്ചായത്ത് പറയപ്പോൾ എമൗണ്ട് ഇല്ലെന്നാണ് പറയുന്നത്. വൃത്തിയാക്കാൻ എമൗണ്ട് ഇല്ല. അതുമല്ല, ഈ റോഡിൻ്റെ സൈഡ് മൊത്തം ഇടിഞ്ഞ് കുളത്തിൽ കിടക്കുകയാണ് കല്ല്. നഗരൂരിൽ നന്ദായ്വനം പുളി നിൽക്കുന്നതിൽ ചിറയിൽ റോഡ് നിരപ്പിനൊപ്പം വെള്ളം നിറഞ്ഞത് അപകട ഭീഷണി ഉയർത്തുകയാണ്. റോഡും ചിറയും തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇവിടെ. മഴക്കാലമായാൽ കുളത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളം കരകവിഞ്ഞ് റോഡിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാകും. പ്രദേശം പരിചയമില്ലാത്തവർ വാഹനങ്ങളുമായി എത്തിയാൽ അപകടമുണ്ടാവുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. കാര്യമെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ എമൗണ്ട് ഇല്ലാത്തതുകൊണ്ട് പണി ചെയ്യാതെ കിടക്കുകയാണ്. അപകടം തന്നെ, വലിയ അപകടമാണ്. ഈ അടുത്തൊരു ആട്ടോക്കാരെ ഈ കുളത്തിൽ വീണു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. വെള്ളത്തിൽ വീണ് മുങ്ങി അങ്ങ് ദൂരെ നവന്നുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ആളുകളെല്ലാം കൂടി ആട്ടോയൊക്കെ എടുത്ത് കയറ്റി പോയി. അന്ന് ചാവുമായിരുന്നു. അന്ന് പായലില്ലായിരുന്നു. ഇന്ന് പായലും കൂടെ കയറി കിടക്കുകയാണ്. ഇത് വെള്ളം നിറയും. വെള്ളം നിറഞ്ഞാൽ പോകാനുള്ള ചാലില്ല. അങ്ങ് താഴോട്ട് വയലിലേക്ക് പോകാനുള്ള ചാലില്ല. അങ്ങനെയാണ്. ഇപ്പോൾ മേലോട്ടാണ് വെള്ളം ഒഴുകുന്നത്. വെള്ളക്കെട്ടാവും. വലിയ ബുദ്ധിമുട്ടാണ്. എപ്പോഴും കുട്ടികൾ ഇതിലേ പോകുന്നതാണ്. കുട്ടികൾ ചിലപ്പോൾ ഈ കുളത്തിൽ വീണു പോകും. പഞ്ചായത്ത് പറയപ്പോൾ എമൗണ്ട് ഇല്ലെന്നാണ് പറയുന്നത്. വൃത്തിയാക്കാൻ എമൗണ്ട് ഇല്ല. അതുമല്ല, ഈ റോഡിൻ്റെ സൈഡ് മൊത്തം ഇടിഞ്ഞ് കുളത്തിൽ കിടക്കുകയാണ് കല്ല്. മെമ്പർ ഇപ്പോഴേ പുതിയ ഭരണമല്ലേ. മെമ്പർ ഈ അടുത്ത് വന്ന് ഇവിടെ നോക്കിയിട്ടൊക്കെ പോയി. ശരിയാക്കി തരാമെന്ന് ഉറപ്പ് പറഞ്ഞു. വാർഡ് മെമ്പറും പറഞ്ഞു, പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞു ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. മാവേലിക്കുളം ഏലായിൽ നെൽകൃഷിക്ക് ജലസേചനമൊരുക്കാൻ നിർമ്മിച്ച കുളങ്ങളിൽ ഒന്നാണ് പുള്ളി നിൽക്കുന്നതിൽ ചിറ. വേനൽക്കാലത്ത് പാടങ്ങളിൽ വെള്ളം ആവശ്യമായി വന്നാൽ ഈ കുളത്തിൽ നിന്നും തോട്ടിലേക്ക് എത്തിച്ച് അവിടെ നിന്നും വയലിലേക്ക് എത്തിക്കാറാണ് പതിവ്. ഇതിനായി കുളത്തിന്റെ വടക്കുഭാഗത്തും കിഴക്കേ അറ്റത്തു നിന്നും വടക്കോട്ടും തോടുകളും നിർമ്മിച്ചിട്ടുണ്ട്. വടക്കുഭാഗത്തെ തോട് നികത്തി കുളത്തിന്റെ ബണ്ട് കൂടി ചേർത്ത് അമ്പുങ്ങൽ ഭാഗത്തേക്ക് റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. കുളം കുഴിച്ചെത്തുമ്പോൾ ലഭിച്ച മണൽ നിറഞ്ഞ മണ്ണുകൊണ്ടാണ് ബണ്ട് നിർമ്മിച്ചത്. കുളത്തിന് കരിങ്കല്ല് കൊണ്ടുള്ള സംരക്ഷണ ഭിത്തിയും നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് പല ഭാഗത്തും പൊളിഞ്ഞുപോയ സ്ഥിതിയിലാണ്. കല്ലുകൾ അടുക്കി നിർമ്മിച്ച ഭിത്തി ആയതുകൊണ്ട് തന്നെ വെള്ളം മണ്ണിലേക്ക് ഒഴുകുന്നുണ്ട്. കുളത്തിൽ വെള്ളം നിറഞ്ഞാൽ ബണ്ടിലെ മണ്ണ് ദുർബലമായി മാറും. ഭാരമുള്ള വാഹനങ്ങൾ കടന്നുപോയാൽ ബണ്ട് ഇടിയാനും സാധ്യതകളേറെയാണ്. 1 വർഷം മുൻപ് കുളം നിറഞ്ഞപ്പോൾ റോഡിലൂടെ യാത്രക്കാരുമായി വന്ന ഓട്ടോറിക്ഷ കുളത്തിനുള്ളിലേക്ക് മറിഞ്ഞൊരു അപകടവും ഇവിടെ ഉണ്ടായതാണ്. സമീപത്ത് ആളുകൾ ഉണ്ടായിരുന്നതിനാൽ ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തിയാണ് വലിയൊരു ദുരന്തം ഒഴിവാക്കിയത്. അന്ന് യാത്രക്കാരെയും ഡ്രൈവറെയും പരിക്കുകളില്ലാതെ കരയ്ക്കെത്തിക്കാൻ സാധിച്ചിരുന്നു. കുളത്തിൽ ജലനിരപ്പ് ക്രമീകരിക്കാൻ വടക്കുകിഴക്ക് ഭാഗത്ത് ഓവുചാൽ ഒരുക്കി വടക്കുള്ള തോട്ടിലേക്ക് വെള്ളം ഒഴുക്കിയിരുന്നു. ഈ ഓവുചാൽ മൂടിപ്പോയ സ്ഥിതിയിലാണ്. ഇതോടെ കുളത്തിലെ വെള്ളം നിയന്ത്രിക്കാൻ സംവിധാനങ്ങൾ ഇല്ലാതെയായി. ഇക്കഴിഞ്ഞ മഴക്കാലത്ത് പടിഞ്ഞാറ് ഭാഗത്തെ കാവിനുള്ളിലേക്കും റോഡിലേക്കും വെള്ളം കര കവിഞ്ഞൊഴുകുന്ന സ്ഥിതിയിലായിരുന്നു. കുളത്തിന്റെ ബണ്ടിടിഞ്ഞാൽ വലിയ വെള്ളപ്പാച്ചിലും ഉണ്ടാകും. ഏലയിൽ നെൽകൃഷിക്ക് പുറമെ വാഴ, മരച്ചീനി എന്നിവയാണ് കൃഷി ചെയ്യാറ്. ബണ്ടിടിഞ്ഞാൽ കൃഷി മുഴുവനും നശിക്കുമെന്നതിൽ സംശയമില്ല. കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാകും ഇതിലൂടെ ഉണ്ടാവുക. ഗ്രാമപഞ്ചായത്ത് അധികൃതർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് കുളത്തിന്റെ ജലനിരപ്പ് നിയന്ത്രിക്കാൻ സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. വിസ്മയ ന്യൂസ്, നഗരൂർ.